കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തൃശ്ശൂർ വളരെ വ്യത്യസ്തമായി അടയാളപ്പെടുത്തപ്പെട്ട ഒരു ദിവസമാണിന്ന്. മറ്റൊന്നും കൊണ്ടുമല്ല, തൃശ്ശൂരിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു BJP-കാരൻ പാർലമെന്റിലേക്ക് മത്സരിച്ച് വിജയിക്കുന്നത്. മറ്റാരുമല്ല വിജയിച്ചിരിക്കുന്നത്, കേരളത്തിന്റെ പ്രിയ നടനായ സുരേഷ് ഗോപിയാണ് വിജയിച്ചിരിക്കുന്നത്. അദ്ദേഹം വിജയിച്ചത് എന്തുകൊണ്ടാണ്, എന്തെല്ലാം ഘടകങ്ങളാണ് അദ്ദേഹത്തെ വിജയിക്കാൻ സഹായിച്ചത് എന്നൊക്കെയാണ് നാം ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഒന്നാമതായി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ക്വാളിറ്റി തന്നെയാണ്. അദ്ദേഹം വ്യക്തിപരമായി എല്ലാ ആളുകളുമായി ഇടപഴകാനും എല്ലാ ആളുകളെയും ജാതി മത ഭേദമന്യേ ഉൾക്കൊള്ളുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. മികച്ച ഒരു സിനിമ നടനാണെന്ന അദ്ദേഹത്തിന്റെ പ്രത്യേകതയും അദ്ദേഹത്തിന് വോട്ടാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതിലുപരി അദ്ദേഹത്തിന് തൃശ്ശൂരിലെ വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളുടെ വോട്ട് ലഭിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളുടെ വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചത്? ഈ ജാതി മത വിഭാഗങ്ങളെ പരിഗണിക്കുവാനും അവരുടെ ആദരവ് നേടുവാനും അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഫലം തനിക്ക് അനുകൂലമാണ് എന്ന് കണ്ടപ്പോൾ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, തൃശ്ശൂരിലെ ഓരോ ക്ഷേത്രങ്ങളുടെയും പേരുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ദേവി ദേവന്മാരുടെ സഹായം കൊണ്ടാണ് ഞാൻ വിജയിച്ചത്. ക്രൈസ്തവരുടെ ലൂർദ് മാതാവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ വിജയിച്ചത് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. രാഷ്ട്രീയപരമായി സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്യുന്നത് മുസ്ലിം വിരുദ്ധ പ്രത്യയശാസ്ത്രമുള്ള BJP-യെയാണ് എങ്കിലും വ്യക്തിപരമായി താൻ ഒരു മുസ്ലിം വിരുദ്ധനല്ല എന്നും വർഗീയത അല്പം പോലും തന്റെ അടുത്തുകൂടി പോലും പോയിട്ടില്ല എന്നും തൃശ്ശൂരിലെ വോട്ടർമാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ സുരേഷ് ഗോപി വിജയിച്ചു എന്നതുകൂടിയാണ് അദ്ദേഹത്തിന്റെ വിജയ രഹസ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഒരു മുസ്ലിം പള്ളിയിൽ കയറി റമദാൻ മാസത്തിൽ അദ്ദേഹം തരിക്കഞ്ഞി കുടിക്കുകയുണ്ടായി. മുസ്ലിം പള്ളിയിൽ കയറി തരിക്കഞ്ഞി കുടിക്കുന്നതിലൂടെ മുസ്ലിങ്ങൾ തനിക്ക് കൂട്ടമായി വോട്ട് ചെയ്യും എന്ന് ചിന്തിക്കാൻ മാത്രം സുരേഷ് ഗോപി നിഷ്കളങ്കനല്ല. പക്ഷെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം? അദ്ദേഹത്തിന്റെ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല. അദ്ദേഹം സാധാരണ ഒരു സംഘിയല്ല, സാധാരണ വർഗീയത പറയുന്ന, മുസ്ലിങ്ങളെ കണ്ടാൽ വെറുപ്പോടുകൂടി കാണുന്ന ഒരു സോ കോൾഡ് സംഘിയല്ല എന്ന് അദ്ദേഹത്തിന് മുസ്ലിം ഇതര മതസ്ഥരായ ആളുകൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ബോധ്യപ്പെടുത്തൽ അദ്ദേഹം തൃശ്ശൂരിലെ മുസ്ലിം ഇതര മതവിഭാഗങ്ങൾക്ക് മുന്നിൽ നടത്തി. അതിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം വിജയിക്കുവാനുള്ള മറ്റൊരു കാരണം. പിന്നീട് അദ്ദേഹത്തിന്റെ പരിശ്രമമാണ്, കഠിനമായ പരിശ്രമം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശ്ശൂർ പരാജയപ്പെട്ടതിനു ശേഷം നിരന്തരമായി തൃശ്ശൂർ ജില്ലയുടെ മുക്കിലും മൂലയിലും അദ്ദേഹം ജനങ്ങളെ കണ്ടു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. അത് ഓരോന്നും എൻഗേജ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. പല ഓൺലൈൻ മീഡിയകളും അദ്ദേഹത്തിന് അനുകൂലമായി വാർത്തകൾ നൽകുകയും തൃശ്ശൂരിലെ ഓരോ ജനകീയ പ്രശ്നങ്ങളും ജനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്തിടുവാനും അത് പ്രശ്നവൽക്കരിക്കുവാനും സുരേഷ് ഗോപിക്കും അദ്ദേഹത്തിന്റെ മിഷനറിക്കും സാധിച്ചു എന്നുള്ളത് കൂടിയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുവാനുള്ള മറ്റൊരു കാരണം. സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്യുന്ന ജാതിയായ നായർ വിഭാഗം എൻ ബ്ലോക്കായി സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതും കേരളത്തിൽ പൊതുവായി നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം തൃശ്ശൂരിൽ അനുകൂലമായത് സുരേഷ് ഗോപിക്കാണെന്നതും അദ്ദേഹം വിജയിക്കാനുണ്ടായ കാരണമാണ്. അതിലുപരി തൃശ്ശൂരിൽ മാത്രമായി നിലനിൽക്കുന്ന പ്രത്യേക ചില പ്രശ്നങ്ങളുമുണ്ട്. അതിലൊന്നാണ് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പ്. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പിന് ഏറ്റവും കൂടുതൽ ഇരകളായിട്ടുള്ളത് CPM പ്രവർത്തകരാണ്. ഈ CPM പ്രവർത്തകർ അവരുടെ പാർട്ടി നേതൃത്വത്തെയും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളെയും എല്ലാം ഈ നിക്ഷേപം തിരികെ കിട്ടുവാൻ വേണ്ടി സമീപിച്ചു. പക്ഷേ അത്തരം സമീപനങ്ങൾ കൊണ്ടൊന്നും അവർക്ക് അവരുടെ നിക്ഷേപം തിരികെ ലഭിച്ചില്ല. അതുകൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഒരു ഓഫർ വെച്ചു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുകയും കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ നിക്ഷേപ തട്ടിപ്പിനിരയായ ആളുകൾക്ക് അവരുടെ നിക്ഷേപം തിരികെ ലഭിക്കുമെന്നുള്ളത്. ഈ ഓഫർ വ്യാപകമായി സ്വീകരിക്കപ്പെട്ടു എന്നതും സുരേഷ് ഗോപിക്ക് അനുകൂലമായി തൃശ്ശൂർക്കാർ വോട്ട് ചെയ്യാനുള്ള കാരണമാണ്. സുരേഷ് ഗോപിയുടെ വിജയം അനായാസമാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായകമായത് മുസ്ലിം ന്യൂനപക്ഷങ്ങളിലുണ്ടായ ആശയക്കുഴപ്പമാണ്. ജയസാധ്യതയുള്ള ഒരു BJP സ്ഥാനാർത്ഥി ഉണ്ട് എങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള മതേതര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്ന രീതിയാണ് സാധാരണയായി അവലംബിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ
കെ മുരളീധരനാണോ അല്ലെങ്കിൽ VS സുനിൽകുമാർ ആണോ വിജയിക്കുക എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായി. ഈ ആശയക്കുഴപ്പത്തിൽ ഒരു വിഭാഗം കെ മുരളീധരന് അനുകൂലമായും മറ്റൊരു വിഭാഗം VS സുനിൽകുമാറിന് അനുകൂലമായും വോട്ട് ചെയ്തു. ഇങ്ങനെ വോട്ട് സ്പ്ലിറ്റ് ആയപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമായി എന്നുള്ളതാണ്.